കോട്ടയത്തിൽ നിന്നുള്ള ഒരു സാധാരണ യുവാവായിരുന്നു നവീൻ. അവന് യാത്രകളേറെ ഇഷ്ടമായിരുന്നു. പുതിയ സ്ഥലങ്ങൾ കാണുകയും പുതിയ ആളുകളെ പരിചയപ്പെടുകയും ചെയ്യുന്നത് അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഒരു ദിവസം അവൻ എറണാകുളത്തേക്ക് പോകുന്ന ഒരു ബസ് യാത്രയിലായിരുന്നു. ബസ്സിൽ കയറിയപ്പോൾ അവൻ ഒരു സീറ്റിലിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് ഒരു പെൺകുട്ടി അവന്റെ അടുത്ത് വന്നിരുന്നു. അവളുടെ പേര് സ്നേഹ. ആദ്യത്തിൽ അവർ തമ്മിൽ സംസാരിച്ചില്ല. പക്ഷെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സ്നേഹ ചോദിച്ചു, "ഈ സീറ്റ് ഫ്രീ ആണോ?" നവീൻ ചിരിച്ചു പറഞ്ഞു, "അതെ, ഇരിക്കൂ." അതവരുടെ ആദ്യ സംഭാഷണമായിരുന്നു. യാത്ര നീണ്ടതുകൊണ്ട് അവർ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. സ്നേഹ പറഞ്ഞു അവളൊരു ഡോക്ടറാണെന്ന്. നവീൻ തന്റെ യാത്രകളെക്കുറിച്ച് പറഞ്ഞു. അവർ പല കാര്യങ്ങളും സംസാരിച്ചു. ജീവിതം, സ്വപ്നങ്ങൾ, ഭാവി. ബസ് യാത്ര ഇപ്പോൾ നവീന് വളരെ പ്രത്യേകമായി തോന്നി. സ്റ്റേഷനെത്തിയപ്പോൾ അവരിറങ്ങി. പിരിയുന്നതിനു മുമ്പ് സ്നേഹ ചിരിച്ചു പറഞ്ഞു, "ഈ യാത്ര ഞാൻ ഒരിക്കലും മറക്കില്ല." നവീൻ ചോദിച്ചു, "നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമോ?" സ്നേഹ ചിരിച്ചു, "ജീവിതം അനുവദിച്ചാൽ." അവൾ പോയി. നവീൻ അവളുടെ ഓർമ്മയായി ഒരു കാര്യം സൂക്ഷിച്ചു: ആ ബസ് ടിക്കറ്റ്. വർഷങ്ങൾ കടന്നുപോയി. നവീൻ തന്റെ ജോലി കൊണ്ട് തിരക്കേറിയ ജീവിതത്തിലേക്ക് കടന്നു. പക്ഷെ അവൻ ആ ടിക്കറ്റ് ഒരിക്കലും കളഞ്ഞില്ല. ഒരു ദിവസം അവൻ അസുഖമായി. അവൻ ആശുപത്രിയിലേക്ക് പോയി. ഡോക്ടർ റൂമിൽ കയറിയപ്പോൾ അവൻ ഒരാളെ കണ്ടു. അത് സ്നേഹയായിരുന്നു. അവൾ അതിശയിച്ചു ചിരിച്ചു. "നവീൻ?" നവീൻ ചിരിച്ചു. "നീ തന്നെയാണോ?" അവൾ ചോദിച്ചു. "നിനക്കിപ്പോഴും ആ യാത്ര ഓർമ്മയുണ്ടോ?" നവീൻ തന്റെ പേഴ്സിൽ നിന്ന് ഒരു പഴയ ടിക്കറ്റ് എടുത്തു. "ഞാനത് ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു." സ്നേഹയുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. അവൾ പറഞ്ഞു, "അപ്പോൾ ആ യാത്ര വെറുതെയായില്ല." ആ നിമിഷം അവർ മനസ്സിലാക്കി, ചില പ്രണയങ്ങൾ ചെറിയൊരു ടിക്കറ്റിൽ തുടങ്ങും, പക്ഷെ അത് ജീവിതം മുഴുവൻ നിലനിൽക്കുന്ന ബന്ധമായി മാറും. ചായ കുടിച്ച് സംസാരിക്കുക, ഇവയൊക്കെ അവരുടെ ദിനചര്യയായി മാറി. നന്ദിത വളരെ സന്തോഷത്തോടെ നടക്കുന്ന പെൺകുട്ടിയായിരുന്നു. അവളുടെ ചിരി കണ്ടാൽ ആരുടെയും മനസ്സ് സന്തോഷം കൊണ്ട് നിറയും. അരുൺ അത്ര സംസാരിക്കുന്ന ആളല്ലായിരുന്നു. പക്ഷെ നന്ദിതയോടൊപ്പമായാൽ അവൻ തുറന്നു സംസാരിക്കും. ദിവസങ്ങൾ കടന്നപ്പോൾ അരുൺ മനസ്സിലാക്കി, നന്ദിതയോടുള്ള തന്റെ സൗഹൃദം പതുക്കെ പ്രണയമായി മാറുകയാണെന്ന്. പക്ഷെ അവനത് പറയാൻ ഭയപ്പെട്ടു. സൗഹൃദം നഷ്ടമാകുമോ എന്ന ഭയം അവനെ നിശ്ശബ്ദനാക്കി. ഒരു ദിവസം കോളേജിന്റെ അവസാന വർഷമെത്തി. എല്ലാവരും ഭാവിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ആ സമയത്ത് നന്ദിത അരുണിനോട് പറഞ്ഞു, "എനിക്ക് വിദേശത്ത് ജോലി കിട്ടി. അടുത്ത മാസം ഞാൻ പോകണം." അരുൺ അത് കേട്ടപ്പോൾ ഹൃദയം ഭാരം തോന്നി. പക്ഷെ അവൻ തന്റെ പ്രണയം പറഞ്ഞില്ല. അവൻ വെറും ചിരിച്ചു പറഞ്ഞു, "അത് വലിയ അവസരമാണ്. നീ തീർച്ചയായും പോകണം." നന്ദിത പോയി. അതിനുശേഷം വർഷങ്ങൾ കടന്നുപോയി. അരുൺ കൊച്ചിയിൽ തന്നെ ജോലി ചെയ്തു. ജീവിതം മുന്നോട്ടു പോയെങ്കിലും അവന്റെ മനസ്സിൽ ഒരു ഭാഗം എപ്പോഴും നന്ദിതയ്ക്കായി സൂക്ഷിച്ചു. ചിലപ്പോൾ അവൻ പഴയ കോളേജ് ഫോട്ടോകൾ നോക്കും, പഴയ ഓർമ്മകൾ ഓർക്കും. അങ്ങനെ 5 വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അരുൺ തന്റെ പഴയ കോളേജിലേക്ക് പോയി. അവിടെ ഒരു ചെറിയ പരിപാടി നടക്കുകയായിരുന്നു. പഴയ വിദ്യാർത്ഥികളെല്ലാവരും വീണ്ടും കൂടിച്ചേരുന്ന ഒരു പരിപാടി. അവൻ അവിടെ എത്തിയപ്പോൾ പഴയ ഓർമ്മകളെല്ലാം വീണ്ടും മനസ്സിൽ നിറഞ്ഞു. അപ്പോഴാണ് അവൻ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടത്. "അരുൺ?" അവൻ തിരിഞ്ഞു നോക്കി. അത് നന്ദിതയായിരുന്നു. അവൾ മുമ്പത്തെപ്പോലെ തന്നെ ചിരിച്ചു നിന്നു. അരുൺ അതിശയിച്ചു. "നീ ഇവിടെ?" നന്ദിത ചിരിച്ചു പറഞ്ഞു, "അതെ, ഞാൻ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലേക്ക് തിരികെ വന്നു." അവർ കുറച്ചുനേരം സംസാരിച്ചു. കോളേജ് കാലത്തെ ഓർമ്മകളെല്ലാം വീണ്ടും മനസ്സിൽ നിറഞ്ഞു. കുറച്ചു നിമിഷങ്ങൾ നിശബ്ദമായി. അരുൺ ധൈര്യം കണ്ടെത്തി പറഞ്ഞു, "നന്ദിത, ഞാനൊരു കാര്യം വർഷങ്ങൾക്ക് മുമ്പ് പറയേണ്ടിയിരുന്നു." അവൾ ശ്രദ്ധയോടെ അവനെ നോക്കി. "കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു." ഒരു നിമിഷം നിശബ്ദത. പിന്നീട് നന്ദിതയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൾ പതുക്കെ പറഞ്ഞു, "അരുൺ, ഞാൻ ആ വാക്കുകൾ കേൾക്കാൻ 5 വർഷമായി കാത്തിരിക്കുകയാണ്." അരുൺ അതിശയിച്ചു. "അതായത്?" നന്ദിത ചിരിച്ചു. "ഞാനും നിന്നെ സ്നേഹിച്ചിരുന്നു." അവർ രണ്ടുപേരും ചിരിച്ചു. അരുൺ പറഞ്ഞു, "അപ്പോൾ നമ്മൾ 5 വർഷം നഷ്ടപ്പെടുത്തി." നന്ദിത തലകുലുക്കി പറഞ്ഞു, "അല്ല, അത് നഷ്ടപ്പെട്ട സമയമല്ല. അത് വിധി നമ്മളെ വീണ്ടും കണ്ടുമുട്ടിക്കാൻ എടുത്ത സമയമാണ്." ആ ദിവസം അവർ വീണ്ടും ഒരുമിച്ച് നടക്കാൻ തുടങ്ങി, പഴയ കോളേജ് വഴികളിലൂടെ.
കാരണം ചില പ്രണയങ്ങൾ ഉടനെ തുടങ്ങുന്നില്ല. അത് സമയമെടുത്ത്